ഇന്ന് അത്തം, പൊന്നോണത്തിന് ഒരുക്കമായിട്ടുള്ള 10 ദിവസങ്ങളിലെ ആദ്യത്തെ ദിവസം അത്തം. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ 5-ലാണോ 7-ലാണോ എന്ന് ഞാൻ ഓർക്കണില്ല, ഹിന്ദി പരീക്ഷയിലൊരു ചോദ്യം ഉണ്ടാവും, ഓണത്തെക്കുറിച്ച് 10 വാചകം എഴുതാൻ. അന്ന് നമ്മൾ വീടുകളിൽ നിന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് വന്ന് എഴുതിയൊരു വാചകമുണ്ട്, അത്തം സെ 10 ദിൻ ഓണം മനാത്താ ഹെ. അത് മുഴുവൻ ഗ്രാമറൊക്കെ ശരിയാണെന്ന് എനിക്കറിഞ്ഞൂടാ, എങ്കിലും അന്ന് ബൈഹാർട്ട് ചെയ്ത് പിടിച്ച് നമ്മളന്ന് എഴുതി. അത്തം 10-ന് പൊന്നോണം എന്നൊക്കെ പഴമക്കാരെന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അത്തത്തിൻ്റെ അന്ന് മുതൽ നമ്മുടെ ഓണാഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ മനോഹരമായിട്ട് പൂക്കളുണ്ടാക്കും. ആ പൂക്കളുടെ സുഗന്ധമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന നല്ല സുദിനങ്ങൾ. പാടത്തും പറമ്പത്തൊക്കെ ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ അടുക്കളയിലേക്ക് വിഭവങ്ങളായി കടന്നു വരുന്ന സുന്ദര ദിനങ്ങൾ. എന്ത് ഓണത്തിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള രുചിക്കൂട്ടുകൾ, ഉപ്പേരിയും ശർക്കര വരട്ടിയും പായസമൊക്കെ സമൃദ്ധിയായി ഉണ്ടാകുകയും നമ്മളൊക്കെ പരസ്പരം അയൽപക്കങ്ങളും സുഹൃത്തുക്കളൊക്കെ ഓണാഘോഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന നല്ലൊരു ഓണക്കാലം വരികയാണ്. സ്കൂളൊക്കെ ഇപ്പോൾ അടയ്ക്കും ഓണാവധിക്കായിട്ട്. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും കോളേജുകളിലും സ്കൂളിലൊക്കെ ഇന്ന് ഓണ സെലിബ്രേഷൻ്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ ഭയങ്കരമായ സെലിബ്രേഷനാണ്. വടംവലിയും അത്തപ്പൂക്കള മത്സരവും ഓണക്കളികളൊക്കെ സമൃദ്ധമായി നിൽക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, കള്ളവും ചതിയും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്ന ഐതിഹ്യം പറയുമ്പോൾ നല്ല കൂട്ടായ്മ വളർത്തിയെടുക്കാൻ, സന്തോഷവും സാഹോദര്യവും അയൽപക്ക ബന്ധങ്ങളൊക്കെ സുദൃഢമാക്കാൻ ഒരു തുറന്ന മനസ്സോടുകൂടി എല്ലാവരും എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് നയനമനോഹരമായ പൂക്കൾ പോലെ ജീവിതവും സുന്ദരമാകാൻ, മധുരകരമായ പലഹാരങ്ങളും പായസം പോലെ പരസ്പരമൊക്കെ ചേരുവകൾ ജീവിതത്തിൽ ചേർത്ത് വെച്ച് മറ്റുള്ളവർക്ക് സുഗന്ധവും മാധുര്യവും നൽകാൻ ഈ ഓണാഘോഷം, ഈ ഓണക്കാലം അനുഗ്രഹമാകട്ടെ. ദൈവം നമ്മളെയും നമ്മുടെ കൂട്ടായ്മയെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.